സാഡിസം മനഃശാസ്ത്രപരമായ രോഗമാണ്. മറ്റുള്ളവരുടെ വേദന കണ്ട് ആനന്ദിക്കുന്ന രോഗം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരാണ് പ്രവാചകൻ? ആരാണ് പ്രവാചകൻ? ആരാണ് ഈ നാലാംകിട പത്രാധിപർ? ആരാണ് ഈ നാലാംകിട പത്രാധിപർ? ജനങ്ങളുടെ വികാരങ്ങൾ വെറുതെ അവരെ ഇക്കിളിപ്പെടുത്തി കാശുണ്ടാക്കുന്ന ഈ നാലാംകിട പത്രാധിപർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമ, സകല ജന്തു ജീവജാലങ്ങൾക്കും കാരുണ്യമായി അയക്കപ്പെട്ട കാലഘട്ടത്തിൽ ജീവിച്ച, ജീവിതം മുഴുവനും രേഖപ്പെടുത്തപ്പെട്ട ഏതെങ്കിലും ഒരാളുടെ ജീവിതം എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഏതെങ്കിലും ദർശനങ്ങളുടെ വക്താക്കൾക്ക് ഇതാ ആ ജീവിതത്തെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു, ആ ജീവിതത്തിൽ ഒരു പുഴുക്കുത്തുമില്ല, നിങ്ങൾക്ക് ആ ജീവിതത്തിന്റെ ഏത് വശം എടുത്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയുമെന്ന് പറയാൻ സ്ഥൈര്യമുള്ള ഏതെങ്കിലും ദർശനങ്ങളുടെ മക്കളുടെ മാതാവായ ഖദീജ റളിയല്ലാഹു അൻഹയെ തന്റെ ഇണയായി സ്വീകരിക്കുന്നു. വിധവയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ 4 അനാഥ മക്കളുടെ സംരക്ഷണ ചുമതലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുന്നു. ഇത്തരത്തിലുള്ള നടപടിക്രമം സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പുഴുക്കുത്തുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഈ ആളുകളുടെ മനസ്സുകൾ എന്തുമാത്രം വികൃതമാണ്, എന്തുമാത്രം പുഴുവരിച്ച മലിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ഒരുമിച്ചുകൂടി നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വളരെ ഗൗരവത്തോടുകൂടെയുള്ള ഒരാരോപണത്തെ ഇത്രയും വിവേകത്തോടുകൂടെ ചർച്ച ചെയ്ത ഈ പ്രവണത ഇതൊരിക്കലും ശത്രു നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഇതല്ല അവർ സ്വാഭാവികമായും സ്വപ്നം കാണുന്നത്. അങ്ങാടികളിൽ കടന്ന്, കവലകളിൽ കടന്നു വന്ന് കൈകളിൽ കല്ലെടുത്ത് അക്രമം കാണിക്കുന്ന പ്രവണത, അത് ശത്രു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിൽ പ്രതികരിക്കണം, ആ രൂപത്തിൽ പ്രതികരിക്കുന്നവരായി നമ്മൾ മാറണം എന്ന് ശത്രു ചിന്തിക്കുന്നത് തീർച്ചയായും ഇസ്ലാമിന്റെ എതിരാളികൾ ആ രൂപത്തിൽ അജണ്ടകൾ തയ്യാറാക്കുന്നത് ഇസ്ലാമിനെ തമസ്കരിക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമസ്കരിക്കാനും. നിങ്ങളുടെ മാതാക്കളെക്കാൾ പിതാക്കളെക്കാൾ നിങ്ങൾ നഷ്ടം നേടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ കച്ചവടത്തെക്കാളെല്ലാം ഉപരിയായി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, പടച്ച തമ്പുരാന്റെ ശിക്ഷ നിങ്ങളുടെ മേൽ വന്ന് ഭവിക്കുമെന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബയിലൂടെ അറിയിച്ചു. ജീവിതത്തിൽ ഒരു പുഴുക്കുത്തു പോലും ആർക്കും ആരോപിക്കാൻ കഴിയാത്ത പ്രവാചകൻ കുടുംബരംഗത്ത്, ലൈംഗിക രംഗത്ത്, ഭാര്യമാരോടുള്ള ഇടപാടിന്റെ രംഗത്ത്, യുദ്ധത്തിന്റെ രംഗത്ത്, രാഷ്ട്രഭരണ രംഗത്ത്, വ്യക്തികളുമായുള്ള ഇടപാടിന്റെ രംഗത്ത് ഉജ്ജ്വലമായ, വിശുദ്ധമായ, സ്ഫടിക സമാനമായ, ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു മാതൃക അവശേഷിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ലോകത്തെ 1.5 കോടിയിലധികം വരുന്ന മനുഷ്യരുടെ ജീവിതത്തെ ഇന്നും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, അവരെല്ലാവരും സ്വന്തം ജീവനക്കാളേറെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായൊരു വ്യക്തിത്വത്തിന്റെ പേരിൽ നഗ്നമായൊരു ചിത്രം വരച്ച് ആ ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിച്ച് ചിരിക്കണം പോലും ഇയാൾക്ക്. ഇയാളുടെ പത്രം അവരോട് ആരോടെങ്കിലും നമുക്ക് വ്യക്തിപരമായി യാതൊരു വെറുപ്പും വിദ്വേഷവുമില്ല. അവരുടെ കൂടി പരലോകമോക്ഷത്തിനു വേണ്ടി പടച്ചതമ്പുരാൻ അവതരിപ്പിച്ച, പടച്ചതമ്പുരാൻ നിയോഗിച്ച, പടച്ചതമ്പുരാൻ ലോകത്തേക്ക് പറഞ്ഞയച്ച അന്തിമ പ്രവാചകനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അന്തിമ പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കുക. യൂറോപ്യന്മാർ നിങ്ങളുടെ മുഖത്ത് വെച്ച കണ്ണടകൾ, നിങ്ങളുടെ മുഖത്ത് വെച്ച് തന്ന ഔദാര്യം എന്ന നിലക്ക് വെച്ച് തന്ന കണ്ണടകൾ, ആ കണ്ണടകൾ ഊരിയെറിഞ്ഞ് ആർജവമുള്ള നേർക്കുനേരെയുള്ള പഠനങ്ങളിലൂടെ പ്രവാചകനെ സമീപിക്കുക. അങ്ങനെ സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി തീരും.